പനീർ തിക്ക സാൻഡ്വിച്ച് റോള് പേരിന് കുറച്ച് വലിപ്പം കൂടുതലുണ്ട് അല്ലേ? പേരിന് മാത്രമേ ഉള്ളൂ കേട്ടോ വലിപ്പം. ഉണ്ടാക്കാനൊക്കെ നല്ല എളുപ്പമാണ്. ഇത് നമ്മളുടെ ബാച്ചിലേഴ്സ് സ്പെഷ്യലാണ്. ബാച്ചിലേഴ്സിന് മാത്രമല്ല കേട്ടാ, നമ്മുടെ സ്കൂളിൽ പോണ മക്കൾസില്ലേ, അവർക്കൊക്കെ നമുക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സാധനമാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, തൈരും, ചെറുനാരങ്ങൻ്റെ നീര്, സൺഫ്ലവർ ഓയിൽ, കസൂരിമേത്തി എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ, ഞാൻ 200 ഗ്രാം പനീറാട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ പനീറും മസാലയും എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടെ ഒരു 5 മിനിറ്റ് മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഒരു പാനിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ പനീർ ഇട്ടിട്ടെ ഈ പനീർ നന്നായിട്ട് എല്ലാ സൈഡും ഒരേപോലെ അങ്ങോട്ട് വേവിച്ചെടുക്കണം. അതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ കനം കുറച്ച് നീളത്തിലരിഞ്ഞൊരു സവാള ഇട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. ഈ സവാളയൊക്കെ അങ്ങോട്ട് വെന്തുടഞ്ഞ് വരുന്ന സമയത്ത് വേണം ഇതേപോലെ നമുക്ക് കനം കുറച്ച് നീളത്തിലരിഞ്ഞ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഇതിനകത്തേക്ക് ചുമപ്പും ഓറഞ്ചും കളറിലുള്ള ക്യാപ്സിക്കട്ടാണ് ചേർത്തിരിക്കുന്നത്. എനിക്ക് ആ ഒരു പച്ച കളറിലുള്ള ക്യാപ്സിക്കം കിട്ടിയില്ല. ഇനി ഇതും കൂടെ നന്നായിട്ട് അങ്ങോട്ട് വെന്ത് വന്നാലേ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ ഞാൻ ഈ സാൻഡ്വിച്ച് റോൾ ചെയ്തെടുക്കുന്നത് നമ്മൾ ചപ്പാത്തിയിലാട്ടാ. അപ്പോൾ ചപ്പാത്തി ചുട്ടെടുക്കുക. ചൂടോടുകൂടി തന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിട്ടാ. പിന്നെ അതേപോലെ ഹോട്ട് സോസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കാം, കുക്കുംബർ ചേർത്ത് കൊടുക്കാം, ലെച്ചൂസിൻ്റെ ഇല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടമല്ലേ. സാൻഡ്വിച്ചിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണം പനീർ തിക്ക സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മക്കൾസിനൊക്കെ ലഞ്ച് ബോക്സിൽ ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ട് നോക്ക്. അവരെന്തായാലും അത് തൂത്ത് കഴിക്കുന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി ആട്ടാ.